നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. ആദ്യം ചെയ്ത ടെസ്റ്റുകൾ ഒന്നുകൂടെ ചെയ്യും. ആ ഹാർട്ട് ബീറ്റ് നോക്കി സിസ്റ്റർ റിപ്പോർട്ടിംഗ് തന്നെ. ഇതെല്ലാം കൃത്യമായി ചെക്ക് ചെയ്യുന്നില്ലേ? ഡ്രിപ്സിൽ ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ടോ? ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അരുൺ, കരയാതെടാ, കരയാതെ. നമ്മൾ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും വിഷം ഇറങ്ങുന്നില്ലല്ലോ ഡോക്ടറെ. പാമ്പിന്റെ വിഷം ഇതുവരെ കാണാത്തവണ്ണം ഇവരുടെ ബോഡിയിൽ പടർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഹൈദരാബാദിലേക്ക് അയച്ചിരിക്കുന്ന ഇവരുടെ ബ്ലഡിന്റെ റിസൾട്ട്സ് വരട്ടെ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. അതുവരേക്കും കണ്ടിന്യൂസ് ഒബ്സർവേഷനിലായിരിക്കണം ഇവര്. കാര്യങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഗംഗയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഒരു പ്രോഗ്രസ് കാണിച്ചിട്ടില്ല. അച്ഛാ, അവരുടെ കേസിൽ ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. അവരുടെ ജീവനിപ്പോ ഞങ്ങളുടെ കയ്യിലല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. എന്റെ ഗംഗ, 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 അരുൺ, മോനെ. പൾസ് ഡൗൺ ആയി വരണല്ലോ പാർവതി. എടി, ഞാൻ പോയി ചീഫ് ഡോക്ടർ ഇൻഫോം ചെയ്തിട്ട് വരാം. വേഗം ചെല്ല്. സിസ്റ്ററെ, അച്ഛാ, അച്ഛാ, അയ്യോ, അയ്യോ, അച്ഛാ, ഡോക്ടർ, ഡോക്ടർ, ഗംഗയ്ക്ക് എന്താ പറ്റിയേ? ഗംഗ, അയ്യോ, അച്ഛാ, ഇല്ലടാ, ഒന്നും സംഭവിക്കില്ല. അയ്യോ, എന്റെ ഗംഗ.
ഡോക്ടർ ഡോക്ടർ. എന്തായി? ഗംഗയുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറയേ. ഗംഗയ്ക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പറ ഡോക്ടറെ. സോറി സർ, ഞങ്ങളെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ ശ്രമിച്ചു, പക്ഷെ എപ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവര് മരണത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം കൂടി ജീവനോടുണ്ടോ? അയ്യോ മനസ്സിന് ശക്തി വരുത്തിയിട്ട് പോയി കണ്ടോളൂ നിങ്ങള്. അരുൺ. ഗംഗേ, ഗംഗേ, ഗംഗ ഗംഗേ, ഗംഗ എന്റെ മോളെ. ഗംഗേ, കണ്ണൂർ തന്നെ ഒന്ന് നോക്ക് ഗംഗേ. അച്ഛാ, എന്റെ മോളെ. എന്റെ ഗംഗ. ഈ കാരണം ഗംഗേ, നമ്മുടെ കുഞ്ഞ്. നിന്നെ മരണത്തിൽ നിന്ന് എനിക്ക് രക്ഷിക്കണം ഗംഗേ. ഗംഗ മോളെ. എന്നൊന്ന് നോക്ക് മോളെ. ഞാൻ പോയിസൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ഈ പേഷ്യന്റിനെ നോക്കാൻ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാണ്. സോറി, ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. നിങ്ങളെല്ലാവരും വെളിയിൽ നിൽക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ദൈവമായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് അയച്ചേ. എങ്ങനെയെങ്കിലും എന്റെ വൈഫിനെ രക്ഷിക്കണം ഡോക്ടർ. ഞങ്ങൾക്ക് വേറെ ഒരു ആശ്രയം ഇല്ല ഇനി. നിങ്ങൾക്ക് ഭാര്യയാണെങ്കിലും എന്റെ അനിയത്തിയാണ് ഈ കുട്ടി. അല്ല, എന്റെ അനിയത്തി പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെല്ലാവരും പുറത്തേക്ക് നിൽക്കൂ. ശരി ഡോക്ടർ. ധൈര്യമായിരിക്കൂ. സിസ്റ്റർ, നിങ്ങളും പൊയ്ക്കോളൂ. ഒരിക്കലും നിന്നെ മരിക്കാൻ അനുവദിക്കില്ല ഞാൻ. നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നീ ഇങ്ങോട്ട് എത്തിയല്ലേ നന്ദിനി?
ഗംഗയെ രക്ഷിക്കുവാനുള്ള അവസാന മാർഗമെന്ന രീതിയിൽ ഞാൻ അവളിൽ മാന്ത്രിക വലയം തീർത്തിരുന്നു. വർഷങ്ങളായി നിന്നെ മാത്രം ഭജിച്ചുകൊണ്ടിരുന്ന നിന്റെ ഭക്തയെ രക്ഷിക്കാനായി നീ ഇങ്ങോട്ട് എത്തുമെന്ന് ഒരു ഊഹം ഉണ്ടായിരുന്നു എനിക്ക്. അത് തെറ്റിയില്ല. ഗംഗയെ ഇല്ലാതാക്കി കാലചക്രം കൈക്കലാക്കുകയാണ് നിന്റെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു നന്ദിനി. ഇനി നിന്നെ എങ്ങനെ വരുതിയിലാക്കണമെന്ന് ഈ മാധവിക്ക് നന്നായിട്ടറിയാം. മാധവി ഞാൻ വരുമെന്നറിഞ്ഞ് മന്ത്രവലയം ഒരുക്കിയതായിരിക്കാം. കാട്ടമ്മേ, മാധവി കാട്ടമ്മയ്ക്കൊരുക്കിയ അതേ മാന്ത്രിക വലയം തന്നെയാണ് ഗംഗയുടെ മേലും പ്രയോഗിച്ചിരിക്കുന്നത്. എന്താ നന്ദിനി, ഗംഗയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണോ നീ? നീ ഗംഗയെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഊഹം ഉണ്ടായിരുന്നു എനിക്ക്. അതാ നിനക്ക് ഗംഗയെ തൊടാൻ പോലും ആകാത്ത രീതിയിൽ മാന്ത്രിക വലയം തീർത്തിരിക്കുന്നത്. നീ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ഈ മാന്ത്രിക വലയം തകർക്കും. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവളെ സ്വതന്ത്രയാക്കണം. നീ ഞാൻ തീർത്ത ബന്ധനം ഒരിക്കലും മാറ്റില്ല. നിന്നെ കൊണ്ട് സാധിക്കുന്നത് എന്തും ചെയ്തോ. നാഗേതി, നാഗപൂർണ നന്ദിനി, ഞാൻ നിനക്ക് ഭിക്ഷയായി നൽകിയ ജീവിതമാണ് നീ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത്. അത് മറന്നിട്ട് നിന്ന് ചിരിക്കാണല്ലേ? ഇപ്പൊ നിന്നെ കൊല്ലുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എനിക്ക്. നീ എന്നെ കൊന്നിട്ടാണെങ്കിലും ഗംഗയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവൻ മാത്രം വെച്ചല്ല ഇപ്പോൾ മാന്ത്രിക വലയം തീർത്തിരിക്കുന്നത്. ഗംഗയുടെ ജീവാംശവും ചേർത്ത് വെച്ചാണ് ഞാൻ ഇത്തവണ മാന്ത്രിക വലയം തീർത്തത് നന്ദിനി. ഇപ്പൊ നീ എന്നെ കൊന്നാൽ അതോടൊപ്പം ഗംഗയുടെ ജീവനും ഇല്ലാതാവും. ഗംഗയുടെ മരണം ആഗ്രഹിക്കുന്നെങ്കിൽ വാ. വന്നെന്നെ കൊല്ലു നീ, വാ. എന്റെ ശരീരത്തിൽ ഒരു പോറൽ വീഴുന്നത് ഗംഗയുടെ ജീവൻ വെച്ച് കളിക്കുന്നതിന് സമമാണെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഇനി നിന്റെ മുൻപിൽ മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല നന്ദിനി. ഞാൻ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ ഇനി ഈ മാന്ത്രിക വലയം തകർക്കുവാനാവൂ. നീ കൊത്തിയ വിഷം ഗംഗയുടെ ശരീരത്തിൽ മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ഇവളെ നിനക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള ആ 2 കാലചക്രങ്ങളും എനിക്ക് തിരികെ തരണം. അതല്ലാതെ ഇവളുടെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ല നന്ദിനി. നീ ഗംഗയെ മരണത്തിലേക്ക് തള്ളിവിട്ട് നാഗധർമ്മത്തിനെതിരായി ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കാൻ പോവാണോ? അതോ കാലചക്രങ്ങൾ തിരികെ എന്റെ കയ്യിൽ തന്ന് ഗംഗയെ രക്ഷിക്കാനാണോ നീ ശ്രമിക്കുക? ഇനിയും വൈകിയാൽ അത് ആപത്തുണ്ടാകും നന്ദിനി. വേഗം നീ ഒരു തീരുമാനം എടുക്ക്. ഗംഗയെ രക്ഷിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം.
എന്റെ ഗംഗയ്ക്ക് വേണ്ടി കാലചക്രം വിട്ടുകൊടുക്കാം. എന്ത് തീരുമാനിച്ചു നന്ദിനി നീ? നീ ഗംഗയെ രക്ഷപ്പെടുത്തുമെന്ന് ശിവഭഗവാന്റെ മേൽ സത്യം ചെയ് മാധവി. ഞാൻ കാലചക്രം തരാം. ഞാൻ പൂജിക്കുന്ന പരമശിവനാണ് സത്യം. ഞാൻ ഗംഗയെ രക്ഷിക്കും. പത്മാംശ കാലചക്രം നീ തിരികെ തന്നു. മയൂരാംശ കാലചക്രം എവിടെ നന്ദിനി? അതും ഇങ്ങോട്ട് എടുക്ക. ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താണ്? ഗംഗയെ രക്ഷിക്കാമെന്ന് വാക്ക് തന്നല്ലേ? ആദ്യം അത് ചെയ്. അവളെ രക്ഷിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് നിന്നെ കൊന്നിരിക്കണം. അവളുടെ അതേ രൂപത്തിൽ ജീവിക്കുന്ന നീ ആദ്യം ഇവിടം വിട്ടു പോകണം. നീ ശിവഭഗവാന്റെ മേൽ ആണയിട്ട് പറഞ്ഞതാ ഗംഗയെ രക്ഷിക്കാവുന്ന. ഗംഗയുടെ മേൽ വിഷം പടർന്നുകൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞ വാക്ക് മാറ്റാതെ അവളെ രക്ഷപ്പെടുത്താൻ നോക്ക. ഇവളെ രക്ഷിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിന്നെ കൊല്ലില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നന്ദിനി.